Hey guys, this is the second video with the same blouse and really sorry in the voice ഭയങ്കര മോശമാണ്. ഭയങ്കരമായിട്ട് അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ലേറ്റായിട്ട് വോയിസ് ഓവർ ചെയ്യാം, പക്ഷേ പറ്റുന്നില്ല. ചെയ്തേ പറ്റും. എനിക്ക് ഒരുപാട് ദിവസങ്ങളായി അപ്ലോഡ് ചെയ്തിട്ട്. സോ ദിസ് ഈസ് എ മൽ കോട്ടൺ സാരി. ഞാനിത് ഡയറക്റ്റ് കൊൽക്കത്തയിൽ നിന്ന് മേടിച്ചതാണ് മാനുഫാക്ചറായിട്ട്. ഇറ്റ്സ് ജസ്റ്റ് 380 റുപ്പീസാണ്. ആൻഡ് വെരി 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 തിൻ മെറ്റീരിയൽ, വെരി സോഫ്റ്റ് മെറ്റീരിയൽ. നമ്മളുടെ ഈ കുട്ടികൾക്ക് നമ്മൾ ഈ തൊട്ടിലൊക്കെ ഇടുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുമല്ലോ, അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി പ്ലെയിൻ സ്കൈ ബ്ലൂ വിത്ത് എ ബ്ലാക്ക് ബോർഡർ. എനിക്ക് ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമായി. ആൻഡ് വെരി ഈസി ടു ഡ്രേപ്പ്. ഇതിലുള്ള ഒരേ ഒരു മൈനസ് എന്തിനാ വെച്ചാൽ ഈ കളറിന് ഈ കളറിൽ ഉള്ള ഇൻസ്കേർട്ട് ഇട്ടാൽ നല്ല ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ബ്ലാക്ക് ബ്ലൗസ് ആയതുകൊണ്ട്, ഇല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡർ ആൻഡ് ടാസിൽ ഉള്ളത് കൊണ്ട് ബ്ലാക്ക് ഇൻസ്കേർട്ടും യൂസ് ചെയ്യാം. സോ ഞാനിത് ഇങ്ങനെയാണ് സ്റ്റൈൽ ചെയ്യുന്നത്, വെരി വെരി സിമ്പിളായിട്ട്. ആൻഡ് ഓഫീസ് ഗോയിങ് പീപ്പിൾ, ഒരു നിങ്ങൾ ഔട്ടിങ് പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ലേഡീസിനും ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. വെരി കംഫർട്ടബിൾ ടു ട്രാവൽ, വർക്ക്, സ്ലീപ്പ്, കുക്ക്, എന്ത് ചെയ്താലും വളരെ 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 സിമ്പിളായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് this way I'm styling it. നമ്മൾ ഈ പ്ലീറ്റ്സൊക്കെ എടുക്കുമ്പോൾ നമ്മളുടെ ഷോൾഡർ മെഷർമെൻറ്റ് വെച്ചിട്ട് നമ്മൾ എടുത്താലേ നല്ല നീറ്റായിട്ട് നിൽക്കും. ലൈക്ക് വൾഗറായിട്ടും ഉണ്ടാവില്ല, ചെറുതായി പോയില്ല, വലുതായി പോയില്ല. ബെറ്റർ ആയിട്ട് യു ടേക്ക് ദി ഷോൾഡർ മെഷർമെൻറ്റ്. നമ്മളുടെ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ സൈഡിൽ പ്ലീറ്റ് എടുത്താലേ നമ്മൾക്ക് നീറ്റായിട്ട് ഒരു യൂണിഫോമായിട്ട് പ്ലീറ്റ്സൊക്കെ നിൽക്കും, ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കും. ആൻഡ് ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈക്ക് ഇതിൻ്റെ ഭംഗി എന്താ അറിയാമോ, ഈ മെറ്റീരിയൽസ് മൽ കോട്ടൺസൊക്കെ എത്ര ചുരുക്കങ്ങളുണ്ടായാലും അത്ര ഭംഗിയായിട്ടുണ്ടാവും, അത്ര അട്രാക്റ്റീവായിട്ടുണ്ടാവും. നീറ്റായിട്ട് അയൺ ചെയ്ത് അങ്ങനെയുള്ള ഒരു കോട്ടനേ ഇല്ല. ഇത് ഭയങ്കര സോഫ്റ്റാണ്, വെരി വെരി സ്കിൻ ഫ്രണ്ട്ലി. പിന്നെ വേറൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം, വെരി സിമ്പിളാണ്. നമ്മൾ ഈ നോർമലി സാരീസിനെ ഷിഫോൺ, ജോർജറ്റ്, ഇല്ലെങ്കിൽ നമ്മളുടെ ഇങ്ങനെയുള്ള ഒരു കോട്ടൺ സാരീസിനെ നമ്മൾ പിൻ കുത്തി വെക്കുമ്പോൾ അത് ഹോളാവും, ഇല്ലെങ്കിൽ അതിൽ പോയി സ്റ്റക്കാവും. അതാവാതിരിക്കാൻ വേണ്ടി ഒരു ചെറിയ പേപ്പർ, ടിഷ്യൂ പേപ്പർ ഓർ എനി ന്യൂസ് പേപ്പർ, ഇല്ലെങ്കിൽ നമ്മളുടെ ബീഡ്സ് ഉണ്ടെങ്കിൽ ബീഡ്സും യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള സേഫ്റ്റി പിൻസും കിട്ടുന്നുണ്ട്, പക്ഷെ അത്ര കാശൊന്നും ചിലവാക്കേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പേപ്പർ കുത്തി വെച്ചിട്ട് നമ്മൾ സാരിയിലേക്ക് പിന്നാക്കിയാലേ സാരിയിൽ ഡാമേജും ആവില്ല, ആ പിന്ന് പോയി സ്റ്റക്കും ആവില്ല. ഈസി ടു പിൻ ആൻഡ് ഈസി ടു റിമൂവ് ആണ്. ഇതൊരു ചെറിയ ടിപ്പാണ്, വെരി വെരി യൂസ്ഫുൾ. യെസ്, ഐ എം റെഡി. ആൻഡ് നന്നായിട്ടുണ്ടല്ലേ, ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് പോലെ. പക്ഷേ ആ കളർ കോമ്പിനേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് ബൈ ദ വേ എനിക്ക് ഈ പ്ലീറ്റ്സിനേക്കാൾ ഓപ്പൺ പ്ലീറ്റ്സ് ആയിരിക്കും, സിംഗിൾ പല്ലു ആയിരിക്കും നല്ല ഭംഗി, അട്രാക്റ്റീവും തോന്നുന്നുണ്ട്. സോ ഐ മൈറ്റ് റിമൂവ് ദാറ്റ്. സോ ഈ സാരീനെ ഞാൻ ഒരു സ്റ്റീൽ വാച്ച്, ഒരു വലിയ ഡയലുള്ള ഒരു സ്റ്റീൽ വാച്ചാണ് സ്റ്റൈൽ ചെയ്യുന്നത്. ആൻഡ് സ്റ്റീൽ ഉള്ള ഒരു ഇയർ റിങ്സ് ആണ്, ചെറിയ ചെറിയ സ്റ്റോൺസ് ഉള്ള ഇയർ റിങ്സ്, എവറിത്തിങ് ഇൻ സിൽവർ ടോൺ. ഗോൾഡായിട്ട് ഞാൻ ടച്ച് ചെയ്തിട്ടില്ല, ബിക്കോസ് ഇറ്റ് ലുക്സ് ഗുഡ് വിത്ത് ദി സിൽവർ ടോൺ ആൻഡ് ബിക്കോസ് ഈ സാരി കളർ ഈസ് ലൈക്ക് ദാറ്റ്. സോ ഇതാണ് നമ്മളുടെ സ്റ്റൈലിംഗ്, വെരി സിമ്പിൾ, ജസ്റ്റ് ലൈക്ക് VTV ജെസ്സി പോലെ. ലൈക്ക് they say Gautam Menon sir always gives these kind of materials, these kind of colors, and very simple styling ആണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്ക് ആ ക്യാരക്ടേഴ്സ് അത്ര ഇഷ്ടപ്പെടുന്നത്, നമ്മളുടെ ഗേൾ നെക്സ്റ്റ് ഡോർ ആയിട്ട് തോന്നിക്കുന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദി ഫാൾസ്, ഞാൻ ഫാൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് നന്നായിട്ട് നിൽക്കും സ്റ്റിഫായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സെയിം ബ്ലൗസ് വിത്ത് ഡിഫറെൻറ്റ് മെറ്റീരിയൽ, ഡിഫറെൻറ്റ് സാരി. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഈ സാരി ഇഷ്ടമായാൽ ജസ്റ്റ് കമൻറ്റ് സാരി ആൻഡ് ഐ വിൽ സെൻഡ് യു ദി കോൺടാക്ട്.